കല്യാണമൊക്കെ നല്ല രൂപത്തിൽ തന്നെ നടന്നു, ഇതേപോലെ അഫെയർ ഒന്നുമില്ല. ആ രൂപത്തിലൊക്കെ കല്യാണം ഉഷാറായിട്ട് നടന്നാൽ പോലും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേറെ പ്രശ്നം എന്താ? അതിനെ തുടർന്ന് വരുന്ന കുറേ ആചാരങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ആചാരങ്ങളുണ്ട്. മിഠായി കൊടുക്കൽ ചടങ്ങ് മുതൽ തുടങ്ങുകയാണ് ആചാരങ്ങളുടെ കൂമ്പാരം. അതിൻ്റെ ആഭാസങ്ങളുടെ, തോന്നിവാസങ്ങളുടെ, പേക്കൂത്തുകളുടെ വലിയ ഒരു പർവ്വതം കണക്കെ തന്നെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് 10,000 മുടക്കുകയാണ്. ഞാൻ പറഞ്ഞു കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും അവസ്ഥയാണ്. നമ്മൾ സാധാരണ പറ്റിയാൽ അല്ലേ, നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയാണ് മധുരം കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു വിഷയം അറിയിക്കുക. അതിന് വേണ്ടിയിട്ട് 100-200 കൊടുക്കുന്നതിന് പകരം ഇവിടെ 25,000 ഉള്ളെങ്കിൽ ഓല് ലോക്കൽസ് ആണെന്നുള്ള അപ്പോൾ തന്നെ വിലയിരുത്തി കഴിഞ്ഞ് ആ ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നത്. അതേപോലെ തന്നെ സേവ് ദ ഡേറ്റ്, ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, അതുപോലെ തന്നെയുള്ള രംഗോലി, അറേബ്യൻ നൈറ്റ്, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അല്ലേ ആചാരങ്ങൾ ഇങ്ങനെ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൽദിയും മെഹന്തിയും ഒക്കെ ആഘോഷിച്ചുകൊണ്ട് അന്നൊരു പ്രത്യേക മഞ്ഞ ഡ്രസ്സിൽ എല്ലാവരും വല്ലിപ്പാര വരെ മഞ്ഞ ഡ്രസ്സിലൊക്കെ ആക്കിയാണ്ടാണ് ഉള്ളോര് ചെയ്യണത്. ഉള്ളോര് ചെയ്യുമ്പോൾ സംഭവിക്കണം എന്താ സംഭവിക്കുന്നത്? ഇവിടെ പാവപ്പെട്ടവർ ഇതൊക്കെ ചെയ്യാൻ നിർബന്ധിതരായിത്തീരാണ്. അങ്ങനൊന്നും ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ പേരിൽ ഒരു കല്യാണം നടന്നൊരു പ്രതീതിയൊന്നും ഉണ്ടാവില്ല. എന്നിട്ടോ ഇതിനൊക്കെ നല്ല സംഘടനാ പ്രവർത്തകരും അതേപോലെ തന്നെ നാട്ടിൽ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് ഇതിന് പിന്നാമ്പുറത്തുള്ളത് എന്നതും നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഈ വിവാഹാനുബന്ധമായ ചടങ്ങുകൾ ഓരോന്നും വിശദീകരിക്കണില്ല. അതിൻ്റെ എല്ലാ തലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഏത് ആഘോഷം എടുത്തു കഴിഞ്ഞാലും ഞാൻ അതിൻ്റെ 2 സ്റ്റേറ്റ്മെൻറ്റിൽ അതിനെ ഒതുക്കുകയാണ്. 2 കാര്യങ്ങൾ അതിനകത്ത് എന്താ ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് കാണാൻ പറ്റും, ദുർവ്യയമാണുള്ളത്. അതിനകത്ത് എന്താ ഉള്ളത്? ധൂർത്താണുള്ളത്. അപ്പോൾ ഖുർആൻ ഇസ്റാഫ് എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ തബ്ദീർ എന്ന് പറഞ്ഞു. ഈ 2 ടേമിലും പരിചയപ്പെടുത്തിയ ധൂർത്തുണ്ടല്ലോ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അവിടെ പറഞ്ഞു അത് ശൈത്താന്റെ പണിയാണ്. അപ്പൊ ഒന്നെന്താണ്? ദുർവ്യയമാണ്. ഇതിനകത്തുണ്ടാകുന്നതാണ് പണം വെറുതെ പൊട്ടിക്കാണ്. ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടും ഇല്ലാതെയാണ് ഈ പൈസക്ക് എന്ത് ചെയ്യുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമയം വളരെ അധികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ നീങ്ങാത്തത്. പക്ഷെ ചിലതൊക്കെ നമ്മൾ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ 1 മാസത്തിന്റെ ഉള്ളിലായി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ കുറേ ആളുകളുടെ റെസ്പോൺസുകൾ, അവരുടെ അനുഭവങ്ങളൊക്കെ അവർ നമ്മളുമായിട്ട് പങ്കുവെക്കും, ഫോണിലും ഡയറക്റ്റായിട്ടൊക്കെ. അങ്ങനെ കിട്ടിയൊരു അനുഭവം എന്താണെന്നറിയോ? ഈ 36 വർഷങ്ങൾക്ക് ശേഷം ഒരു താത്താൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ഒരു താത്താൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവ് മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും തഅസിയത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന ചർച്ച പാർട്ടീഷനാണ്. ഇപ്പം ഈ പാർട്ടീഷൻ നടത്താൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് മക്കൾക്ക് ഉമ്മാൻ്റെ വക ഒരു അഡ്വൈസ്: മക്കളെ, എൻ്റെ വാപ്പ എന്നെ കെട്ടിക്കണ സമയത്ത് നിങ്ങളെ വാപ്പാക്ക് 30 പവനെ കൊടുത്തിരുന്നു. അതിൻ്റെ പൈസ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഓരിയച്ചാൽ മതിട്ടോന്ന്. എവിടെ എവിടെ ഇത് നമ്മൾ സമൂഹത്തോട് പറയണോ വേണ്ടേ? നിങ്ങൾ പറയേ. അപ്പോ എന്താണ് വിഷയം? ഏത് ഹെഡിലാണ് ഈ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടത് ആർക്കും അറിയില്ല. അപ്പൊ സ്ത്രീധനത്തിന്റെ പേരിൽ ഇപ്പോ നമ്മൾ എങ്ങനെ ഒരു 10 പവനില്ലാതെ ഈ 60,000 ആയ സമയത്തും എങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നാലോചിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടെന്നാക്കുകയാണെങ്കിലും ഈ ഡയലോഗ് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല. അപ്പൊ എന്താ വേണ്ട? അത് വേണ്ടാന്ന് തീരുമാനിക്കുക. അത് വേണ്ട, ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തന്നെ ഉണ്ടായിക്കോട്ടെ. എന്നാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഏതൊക്കെയാണ് സാമ്പത്തിക ഇടപാട് ന്യായമായിട്ടുള്ളത്? ഹദിയുണ്ട് അല്ലേ? ഹദിയുണ്ട്. ഹദിയ എന്ന് പറഞ്ഞാൽ എന്താ? സമ്മാനമായിട്ട് കൊടുക്കണതാണ്. ഒരു വാപ്പ അങ്ങനെ സമ്മാനമായിട്ട് കൊടുക്കാനൊക്കെ കഴിവുള്ള ആളാണെങ്കിൽ കൊടുത്താൽ പിന്നെ അത് തിരിച്ചു വാങ്ങണ പ്രശ്നമില്ല, എന്ത് സംഭവിച്ചാലും. പിന്നെ അനന്തരം കിട്ടുന്നതാണ്, അതും തിരിച്ചു വാങ്ങാൻ ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ നമ്മൾ കടം കൊടുക്കുന്നതാണ്. എൻ്റെ അമ്മോശൻ്റെ അടുത്ത് നിന്ന് ഞാൻ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ കൊടുക്കുക, അല്ലാത്ത വകുപ്പ് അവിടെ അല്ല.
ഇത് അവിടെ ഒന്നുമില്ല. ഇതെന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ചോദിച്ചു വാങ്ങണ ഈ ഉളുപ്പില്ലാത്ത പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ നിർത്തലാക്കണം. ഇത് വേണ്ടാന്ന് തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇവിടെ ദുർവ്യയമാണ്, ഇത് ദൂർത്താണ്, ആവശ്യമില്ലാതെ കൊടുത്തതാണ്. ഇനിയോ രണ്ടാമത്തെ ഈ പ്രശ്നം, ഇതിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എന്താ പറയുക, ആൾക്കാരൊരു ബന്ധമായിട്ട് അലസുന്ന സമയത്ത് 25,000 റുപ്യക്ക് വാങ്ങിക്കൊടുത്ത മിഠായി വരെ അപ്പോൾ ഓർമ്മ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? ഹെഡ് ഓഫ് അക്കൗണ്ട് ഇല്ലാതെ ട്രീറ്റ് ചെയ്യപ്പെട്ട ഈ സാമ്പത്തിക വിനിമയങ്ങളാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി ഇതിലുള്ളത് എന്താ? മ്ലേച്ഛതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ ഫാഹിഷത്ത് എന്നൊക്കെ ഖുർആൻ പറഞ്ഞില്ലേ, അതൊക്കെ ചേർത്തി വരുന്ന ഭാഗം ഏതാണ്? സിനയുമായി ബന്ധപ്പെട്ടാണ്, വ്യഭിചാരത്തിലേക്ക് ചേർത്തിയിട്ടാണ് ഫാഹിഷത്തിനെ മുഴുവനും പരിചയപ്പെടുത്തിയത്. ആ ഫാഹിഷത്താണ് ശരിക്കും അവിടെ ഉണ്ടാവുന്നത്, ഈ വിവാഹ മാമാങ്കങ്ങളിലൊക്കെ ഉണ്ടാവുന്നത്. ഒരു പെണ്ണിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയം മുതൽ തുടങ്ങി ആ പെണ്ണിൻ്റെ മഫ്തങ്ങനെ അയച്ചിടലാണ് അതിൻ്റെ ഫസ്റ്റ് പരിപാടി. ഞാൻ അത് മൊത്തം പഠിപ്പിക്കാൻ വേണ്ടി വന്നല്ല, മറിച്ച് ഇതൊക്കെ നമുക്ക് കണ്ട് പരിചയമുള്ള സംഗതിയാണ്. ഞാനതാ പറഞ്ഞത്, 7 വയസ്സാകണ നമ്മളെ കുട്ടി ഈ റീലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വളരുക. ഇതൊക്കെ സിമ്പിൾ ഡോസ്. നമ്മളെ കുട്ടികൾക്കും നമുക്കൊന്നും ഇതൊരു പ്രശ്നമില്ലാത്ത എന്തുകൊണ്ടറിയോ, ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ആനക്കാരിയായി പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നും. അതെന്തുകൊണ്ടാണ് തോന്നുന്നറിയോ? നമ്മൾക്ക് ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടു. നമ്മുടെ മനസ്സുകളൊക്കെ പലരും ഹൈജാക്ക് ചെയ്തു, നമ്മളെ വിലക്കെടുത്തു. മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങല്ല, നമ്മളെ വാങ്ങണത് ആ സമയത്ത് മാത്രം കുറച്ച് പൈസ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടുന്നു എന്നേ ഉള്ളൂ അല്ലേ. നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങല്ല, മൊബൈൽ ഫോൺ നമ്മളെ വാങ്ങുക ചെയ്യണത്. ആ കോലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കണ ലാഘവം പോലും ഇല്ലാതെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെ വീട്ടിൽ നിന്ന് ഈ ജാതി പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത്. എന്നിട്ട് ഈ മഫ്തൊക്കെ അയച്ചിട്ടിട്ട് ഈ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി 10,000-15,000 രൂപ കൊടുത്തിട്ട് ആളെ വിളിക്കുകയാണ്. എന്നിട്ട് മുഖത്ത് മൊത്തം പൊട്ടിയും പെരൻ്റെ ഹോളടക്കാനും ഇതിനൊക്കെ പൊട്ടി ഉപയോഗിക്കല്. പക്ഷെ ഇന്ന് അതിനേക്കാളും വലിയ കച്ചവടമാണ് ഈ കോസ്മെറ്റിക്സുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കണം, വിഷയം വളരെ ഗൗരവമുള്ളതാണ്. എന്നിട്ട് ഇത് മൊത്തം കാണിക്കുകയാണ്. എന്താ ഖുർആൻ പറഞ്ഞത്? എന്താ? നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം പ്രത്യക്ഷമായ ദൈവങ്ങൾ കാണിക്കരുത്. അപ്പോൾ കുപ്പായ മാറുകൾക്ക് മീതെ താഴ്ത്തിയിടണം എന്നൊക്കെ പറഞ്ഞ ആ സംഗതി മാറും പുറത്താണ്, മുഖത്തിൻ്റെയും ബാക്കി ഭാഗങ്ങളെല്ലാം പുറത്താണ്. പുറത്തുനിന്ന് മാത്രമല്ല, ഇതൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ 2 മില്യൺ വ്യൂസ് ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ ചർച്ച ചെയ്യണത്. ദീനും ദുനിയാവും വേറെ വേറെ ഇങ്ങനെ ആക്കി കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. അപ്പോൾ ധൂർത്ത് കാണിക്കുന്നവരെ കുറിച്ചും അതേപോലെ തന്നെ ഈ ഫാഹിഷത്തിൽ ഏർപ്പെടുന്ന ആളുകളെ കുറിച്ചും ഒക്കെ പ്രത്യേകം പറഞ്ഞെന്താ? അവർ ശൈത്താന്റെ ആളുകളാണ്. ശൈത്താനങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ തോന്നിപ്പിക്കും, ഞാൻ ചെയ്യണതാണ് ഏറ്റവും മികച്ച കാര്യം എന്നിങ്ങനെ തോന്നിപ്പിക്കുമെന്നാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസമോ 2 ദിവസങ്ങൾക്ക് മുമ്പോ പല വീടുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, ആഘോഷങ്ങൾ, അതൊക്കെ മ്ലേച്ഛതകൾ അരങ്ങ് തകർക്കുമ്പോഴും അപ്പുറത്ത് നിന്ന് കാരണവന്മാർ പറയുന്ന വാക്കെന്താ അറിയോ? ന്യായീകരിക്കുന്ന, നിസാരവൽക്കരിക്കുന്ന വാക്കുകളാണ്. ഇതുകൊണ്ട് അത് പറയണത് ന്യായീകരിക്കുകയാണ്. എന്താലേ നമ്മളെ കാലത്തൊന്നും ഇത് കിട്ടിയില്ലല്ലേ, നമ്മളെ കുട്ടികളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാന്ന്. അല്ലെങ്കിൽ എന്താലേ ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ ഒരു മുഖത്തൊക്കെ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഡയലോഗുകളാണ് ഒന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ നിസാരവൽക്കരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രശ്നങ്ങളെ മറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ചെറിയ ചിന്തകളെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അപകടങ്ങളൊക്കെ ഇല്ലാതാക്കാൻ കഴിയും. ഈ പെണ്ണ് നിൽക്കുന്നത് അർദ്ധനഗ്നയായിട്ടാണ്. എന്നിട്ട് അവളുടെ ഫോട്ടോയും വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ കണ്ട് ആസ്വദിക്കുകയാണ്. അതേപോലെ തന്നെ കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നൊക്കെ ഓമന പേരിട്ടിട്ട് എല്ലാ മഹറമല്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടെ വന്നിരുത്തി ഫോട്ടോ എടുത്ത് അവരുടെ കൈയും കാലൊക്കെ പിടിച്ച് ആ രൂപത്തിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് ആസ്വദിച്ച് അത് ആങ്ങളൻ്റെയും പെങ്ങളിൻ്റെ ഒക്കെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ചേർത്തി കൊടുത്ത് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർമ്മ ഉണ്ടാകേണ്ട ഒരു കാര്യം അത് നമ്മുടെ പരലോകമായിരിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനായിരുന്നു വിവാഹമെന്നും എങ്ങനെയായിരുന്നു വിവാഹമാകേണ്ടത് എന്നും അതേപോലെ തന്നെ എന്താണ് നമ്മൾ വിവാഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും കൊടുക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണ്.
നമ്മുടെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ സ്വർഗത്തിന് തടസ്സമാകുന്ന, നമ്മുടേതും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒക്കെ സ്വർഗത്തിന് തടസ്സമാകുന്നതായ ഒരു കാര്യം ഉണ്ടാകരുത്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ സജീവമായി പരിശോധിക്കേണ്ടതുണ്ട്. ഏതാ സ്വർഗം പ്രിയപ്പെട്ടവരെ? സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക്, മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുന്ന കാഴ്ചകൾ കാണാം. ഇത്ര മനോഹരമായ സ്വർഗം. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയവും ആലേഖനം ചെയ്തിട്ടില്ലാത്ത അങ്ങനെയുള്ളതായ പരിശുദ്ധമായ സ്വർഗം, സുഗാഡംബരങ്ങളുടെ പറുദീസയായ സ്വർഗം. ആ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഖാലിദാണ്, പിന്നെ അവിടെ സ്ഥിരവാസമാണ്. അങ്ങനെയുള്ള ആ സ്വർഗത്തിലേക്ക് എത്താൻ തടസ്സമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ആലോചിക്കണം. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ മറക്കുന്ന മക്കൾ നമ്മുടെ വീടകങ്ങളിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ എങ്കിൽ അത് സ്വർഗത്തിന് തടസ്സമാണ്. എൻ്റെ വാപ്പാനിമ്മാനെ നോക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഘടകം എന്തായിരിക്കണം? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ മാതാപിതാക്കളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകൂ, നിങ്ങൾ മാതാപിതാക്കൾക്ക് പണവും സമ്പാദ്യവും ഒക്കെ ഒരുക്കി കൊടുക്കൂ, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറയാത്ത ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, സുഹൃതം ചെയ്യണം. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ് കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹനെ അങ്ങനെ കാണുന്നത് പോലെ അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എൻ്റെ വാപ്പാനിമ്മാനും നോക്കണ സമയത്ത് എൻ്റെ ഒറ്റ പ്രതീക്ഷയുള്ളൂ, വാപ്പിയും എന്നോട് എത്ര അടഞ്ഞാലും ശരി, എന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ശരി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാപ്പാനിമ്മാനെ ഒഴിവാക്കാൻ എനിക്ക് പറ്റൂല. എന്തുകൊണ്ട്? കാരണം എൻ്റെ പടച്ചോൻ പറഞ്ഞ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഞാൻ മുസ്ലിമാണോ, എനിക്ക് ഇസ്ലാമിന് സംതൃപ്തി ഉണ്ടോ, റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ എന്ന പ്രഖ്യാപനം നിർവഹിക്കുന്നവനാണോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ വാപ്പിയും ഇങ്ങോട്ട് എന്ത് ചെയ്തു തരുന്നു എന്നതിൻ്റെ അടിസ്ഥാനമേ അല്ല ഞാൻ അവരെ നോക്കുന്നത്. അപ്പം ആ ഭാഗം ക്ലിയറായി. വാപ്പാനോടും ഉമ്മാനോടും നമ്മൾ തർക്കിക്കാനോ അതല്ലെങ്കിൽ അവരോട് കയർക്കാനോ അവരെ പിണക്കാനോ നമ്മൾ ഒരിക്കലും മുതിരരുത്. ഒരുപക്ഷെ നമ്മുടെ നിലപാടുകളും നമ്മുടെ സംസാരങ്ങളും അവരെ പിണക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലും നമുക്ക് ഭീകരമായി ഭവിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിലാണ് ഓർക്കേണ്ടത്. അപ്പോൾ ഇനി മക്കളോട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആരാ ശ്രദ്ധിക്കേണ്ടത്? അത് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുക? വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. മക്കളോട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മാതാപിതാക്കൾക്ക് വേണ്ടി. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആ പ്രാർത്ഥന കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു വാപ്പയും ഉമ്മയും ആലോചിക്കും, ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ. കാരണം ആ പ്രാർത്ഥനയിൽ എന്താ പറയണത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ റഹ്മത്ത് നൽകി, എനിക്ക് ആവശ്യമായത് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ഉപകാരപ്പെടുന്നതായ കാര്യങ്ങൾ അതൊക്കെ ആ റൂട്ടിലൂടെ എന്നെ നയിച്ചതിൻ്റെ പേരിൽ അവർക്ക് നീ റഹ്മത്ത് തന്നെ കൊടുക്കണേ എന്നതാ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഒരു തന്ന് റഹ്മത്ത് അല്ലെങ്കിൽ ഓൾക്ക് കിട്ടുന്നതും ആ കോലത്തിലുള്ളതായിരിക്കും. മക്കൾ പ്രാർത്ഥിച്ചാൽ അത് കിട്ടും, പക്ഷേ കിട്ടുന്നത് ഏത് കോലത്തിലാന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. അപ്പം മക്കളോടുള്ള മാതാപിതാക്കളുടെ കടമകൾ നിർവഹിക്കുന്നിടത്ത് അവിടെയും ഇന്ന് ധാരാളം വീഴ്ചകൾ മാതാപിതാക്കൾക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പം അതും തിരുത്തണം. ഇനി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കുന്നതൊക്കെ കാട്ടിക്കൂട്ടലായിട്ടുണ്ട്. പലരും ഈ പറഞ്ഞതുപോലെ കപ്പിൾസ് റീൽസിൻ്റെ ഒക്കെ ഒരു കാലഘട്ടം ആണല്ലോ ഇത്. പ്രത്യേകിച്ച് അങ്ങനെ വ്ളോഗും കാര്യങ്ങളും പ്രത്യേക ഫാമിലിൻ്റെ പേരൊക്കെ കൊടുത്തിട്ട് ഉണ്ടാവും. ഇവരുടെയൊക്കെ ഉള്ളറകൾ ഒരുപക്ഷെ പുറത്തു വരുന്നത്
ഇവരുടെ ഏതെങ്കിലുമൊക്കെ ഫാമിലി കോർട്ടിൽ നിന്നൊക്കെ ഉള്ള വീഡിയോ ഒക്കെ വരുമ്പോഴായിരിക്കും. അത് ഈ സ്ക്രീനുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ, വീഡിയോ ക്യാമറകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അവസ്ഥക്ക് എന്ത് ചെയ്യാണ്, സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ മാറുകയാണ്. ഇത് സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതി വായിക്കുകയാണല്ലോ, അപ്പോൾ വലിയ സുഖം ഉണ്ടാവും. പക്ഷെ ഇത് ജീവിതത്തിലേക്ക് വരുമ്പോൾ പച്ചയായ മനുഷ്യന്മാരാണല്ലോ ഇത്. അവിടെ ജീവിക്കാൻ എന്താണ് നമുക്ക് കരുത്ത് പകരേണ്ടത്? ഭാര്യ ആലോചിക്കണം ഭർത്താവിൻ്റെ സ്വർഗാണ്. ഭർത്താവ് ആലോചിക്കണം ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ സർട്ടിഫിക്കറ്റ് കിട്ടിയവനാണ്. അപ്പോൾ ആൾക്കാരൊക്കെ നാട്ടിൽ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കും, ഓനൊരു പെൺകോന്തനാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ റൂട്ടിൽ ചെയ്തതിൻ്റെ പേരിലാണെങ്കിൽ സഹിക്കാന്ന്. നമുക്ക് പടച്ചോന്റെ മുമ്പിൽ സ്ഥാനം ഉണ്ടായാൽ മതി. അതിൻ്റെ അർത്ഥം പെണ്ണുങ്ങൾ ഭരിക്കേണ്ടവരും അതേപോലെ തന്നെ അവരെ താങ്ങി നിൽക്കേണ്ടവരാണ് ആണുങ്ങളെന്നോ നേരെ തിരിച്ചൊന്നുമില്ല. ആണും പെണ്ണുമൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അത് ഒരു നീതിയുടെ തലത്തിൽ നിന്നുകൊണ്ട്, ജസ്റ്റിസിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വായിക്കുമ്പോൾ അങ്ങനെയാണ് ആവേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. LGBTQ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഓരോ വാക്കും പറയുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് ക്ലിപ്പാക്കി കാണും. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോകാനൊന്നുമല്ല, കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇണകൾ പരസ്പരമുള്ള ആ കൺസെപ്റ്റ് എങ്ങനെ മുന്നോട്ട് പോകുക? ഹുന്ന ലിബാസുല്ലക്കും വാൻതും ലിബാസുല്ലഹുന്ന. നീ അവൾക്കും അവൾ നിനക്കും എന്താവണം? വസ്ത്രങ്ങളായാൽ മതി. അത് രണ്ടാളും അങ്ങനെ തന്നെ ആവണം. ഒരു സ്ഥലത്തെ വീഴ്ച വന്നാൽ അത് നല്ലോണം അങ്ങനെ നിയലിച്ച് കാണിക്കും. അപ്പം കടമകളും കടപ്പാടുകളും ഒക്കെ കൃത്യമായി എന്ത് ചെയ്യണം? പാലിക്കണം. ഇനി പലപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ്, സാധാരണഗതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വിഷയമാണ്, ഈ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ വീട്ടിൽ വന്നാൽ ഭർത്താവിനെ പരിചരിക്കുന്നതോടുകൂടി അവരുടെ കടമ തീർന്നു എന്നുള്ളൊരു ധാരണ. ഇപ്പോൾ പ്രത്യേകിച്ചും ആൾക്കാർക്ക് ഒക്കെ ഒരു നമ്മളിങ്ങനെ ഫ്രീ ആയി നിൽക്കണം എന്നൊരു കൺസെപ്റ്റാണല്ലോ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, ഭർത്താവിന് ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ളത് തൻ്റെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തത്തിൽ സഹകരിക്കുക എന്നുള്ളതാണ് ഭാര്യ ഇവിടെ ഉമ്മാനെയും വാപ്പാനെയൊക്കെ നോക്കിക്കൊടുക്കുന്നതിലൂടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അവിടെ എല്ലാവരും പരസ്പരം എന്ത് ചെയ്യണം? ഒരു ധാരണ ഉണ്ടാവണം. ഇത് വാപ്പ ഉമ്മ എല്ലാവരും വാപ്പയും ഉമ്മയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന, അങ്ങനെ ഒരു കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബ സംവിധാനമാക്കാൻ ആരൊക്കെ ശ്രദ്ധിക്കണം? ഇന്ന് വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഏരിയ എന്താണെന്ന് അറിയുന്നത്? അമ്മായിമ്മമാരും അതുപോലെ തന്നെ നാത്തൂന്മാരും ഇളച്ചി മൂത്തച്ചിമാരും ഒക്കെ അയൽവാസികളും കുടുംബത്തിലെ ആൾക്കാരൊക്കെ കൂടി അങ്ങോട്ട് കൂടും, എന്നിട്ടൊരു സെറ്റാവും. ചിലപ്പോൾ ഇതിനൊക്കെ ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഇന്നത്തെ കാലത്ത്, അല്ലേ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, ഞാൻ പച്ചയായിട്ടാണ് പറയണത്. ഇവിടെ ആലോചിക്കേണ്ട എന്താ? നമ്മുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമ്മുടെ ഇടപാടുകൾ കൊണ്ടോ ഇടപെടലുകൾ കൊണ്ടോ ഒരാളുടെ മനസ്സു വേദനിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടൂല. നിങ്ങൾ ഗീബത്ത് പറയരുത്, നിങ്ങൾ ഗീബത്ത് പറയരുത്. ഇന്നൽ ഗീബത അശദ്ദു മിനസ് സിന. ഗീബത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തെക്കാൾ മികച്ച, അതിനേക്കാൾ വലിയ പാപമാണ്, അതിനേക്കാൾ വലിയ പാപമാണ്. എന്തുകൊണ്ടാണ് ഗീബത്ത് അങ്ങനെ ആവാൻ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്താ അറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതിൻ്റെ ഭൗതിക ശിക്ഷയ്ക്ക് ഏറ്റുവാങ്ങണോടുകൂടി അവരതിൽ നിന്ന് മുക്തി നേടി. എന്നാൽ ഗീബത്ത് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പരന്നു കിടക്കുകയാണ്. അതിൻ്റെ ആ ഗീബത്ത് ഏറ്റവൻ പൊറുക്കുന്നത് വരെ ഇവൻ്റെ എല്ലാം നശിച്ചു പോയി. നമ്മൾ നിസ്സാരായി കാണുകയാണ് ഓരോ വിഷയങ്ങൾ. ഗീബത്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് നമുക്ക് തോന്നിയ പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരാളെ പറ്റിയിട്ടും ഞാൻ ഗീബത്ത് പറയുന്നില്ല. ഒരു വളരെ നിസ്സാരമായൊരു കാര്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പത്നിയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഈ ഹഫ്സ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖുസൈറ. ഇങ്ങനൊരു ജസ്റ്റ് ആക്ഷൻ കാണിക്കുകയാണ്. ഇതാട്ടോ കുറുകിയ ഹഫ്സല്ലേ എന്ന നിലക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. കുറുകിയവൾ ഖുസൈറ എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞ അറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് ഖുൽതി ഖൗലൻ യാ ആയിഷ,
ആയിഷ, നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് കടലിലെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടാൽ ആ കടൽ വെള്ളം മുഴുവനും മലിനമായി തീരുന്ന വിധത്തിൽ, അത് കലർന്നു പോകുന്ന വിധത്തിലായി തീരും. അത്രയും ഗൗരവമുണ്ട് വിഷയത്തിന്. അതുകൊണ്ട് വാപ്പമാര്, ഉമ്മമാര്, പെങ്ങന്മാര്, നാത്തുമാര്, ഇളച്ചിമാര്, മൂത്തച്ചിമാര്, കുടുംബത്തിലെ സ്ത്രീ ജനങ്ങൾക്കിടയിലാണ് കൂടുതൽ ഇത് കാണുന്നത്. രാഷ്ട്രീയ മേഖലയിലും ആണുങ്ങൾക്കിടയിലും ഒക്കെ ഇതുണ്ട്. ആരുതീന്ന് ഒഴിവൊന്നല്ല, പക്ഷെ കൂടുതൽ മെജോറിറ്റി വരുന്നത് ഈ ഭാഗത്തേക്കാണെന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കണം? ഇതൊക്കെ ഇപ്പോൾ പറ്റിപ്പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? കുറേ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് പിന്നെ വലിയ ടെൻഷൻ ഉണ്ടാകും. ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞല്ലോ അല്ലേ, ഇനി ഞാൻ എത്ര തിരുത്താൻ ശ്രമിച്ചാലും ഒരു പെണ്ണെപ്പറ്റി അങ്ങനെയൊക്കെ കരുതോ എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഊർജം, പ്രചോദനം എന്ന് പറയുന്നത് എന്താ? വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളാണ് നമുക്ക് മുമ്പിൽ അടയാളപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നേരത്തെ വാപ്പാനിമാനി നോക്കുന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞല്ലോ, അള്ളാഹുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് നോക്കുന്നു. അതേപോലെ തന്നെ വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. കൂട്ടിയണക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ മുഴുവനും അവർ കൂട്ടിയണക്കും. എന്താ കാരണം? അവർക്ക് റബ്ബിനെ പേടിയാണ്. യഖ്ശൗന റബ്ബഹും, അവർ അള്ളാഹുവിനെ പേടിക്കുന്നു. വയഖാഫൂന സൂഅൽ ഹിസാബ്, ഒരു ചീത്തയായ വിചാരണയായിരിക്കുമോ, ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കാനുള്ള പണിയായിരിക്കുമോ ഞാൻ ചെയ്തിട്ടുണ്ടാവുക എന്ന പേടി അവർക്കുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാവിലും നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഉയർത്തുമ്പോൾ കുടുംബ ബന്ധം ചേർത്തവൻ്റെ കർമ്മങ്ങൾ അവിടെ വെയർ ഹൗസിൽ വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. എപ്പോഴാണോ ബന്ധം ചേർക്കുന്നത് ആ ചേർക്കുന്ന സമയത്ത് മാത്രമേ അത് എടുക്കുകയുള്ളൂ. നമ്മൾ നല്ല ആൾക്കാരൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ എത്രയെത്ര പരീക്ഷണങ്ങൾ നേരിട്ടു. ഈ ജൂലൈ 30-നും നമ്മൾ നേരിട്ട പരീക്ഷണങ്ങൾ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വയനാട്ടിലെ ഒരു റിസോർട്ടിലേക്ക് ഒരു പഠനയാത്ര എന്നുള്ള നിലക്ക് നടത്തി. അവിടേക്ക് മുണ്ടക്കൈയിലും ചൂരൽമലയിലുമൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിട്ട, വാപ്പാനെ നഷ്ടപ്പെട്ട, ഉമ്മാനെ നഷ്ടപ്പെട്ട, കുടുംബക്കാരെ, ഉറ്റവരെ, ഉടയവരെ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ അവര് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അവരെ റിസോർട്ടിന്റെ ഉടമ, നമ്മുടെ സുഹൃത്ത്, അവരെ കൊണ്ടുവന്നിരുത്തി. 1.5 മണിക്കൂർ 2 മണിക്കൂറോളം സമയം അവരുമായി സമയം വിനിയോഗിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, അവരുടെ വാക്കുകൾ ഇടറിപ്പോവുകയാണ്. എന്താ സംഭവിച്ചത്? 2-3 മിനിറ്റിനകത്ത് അവർക്ക് സംഭവിച്ചത് എന്താണ് എന്ന് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ അയൽ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങളുടെയൊക്കെ ദാതാവ് ഇവിടേക്കും അതൊന്നും കൊണ്ടുവന്ന് തരാൻ പ്രയാസമുള്ളവനല്ല. നമ്മുടെ നിലപാടുകൾ എങ്ങനെയാവണം? പരീക്ഷണങ്ങളിൽ പെട്ടുപോയ ആളുകൾക്ക് ഖേദിച്ചു മടങ്ങുക എന്ന് പറയുന്ന ഒരിക്കലും സാധ്യമായ വിഷയമല്ല, അത് അസാധ്യമാണ്. മടങ്ങേണ്ടത് നമ്മളാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ വലനുദീകന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. മടങ്ങാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ, തെറ്റുകളിൽ നിന്നും മടങ്ങാൻ വേണ്ടി, ഖേദിക്കാൻ വേണ്ടി പടച്ചവൻ തന്ന അവസരമാണ് ചെറിയ പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മളങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ഡോസ് തരിക എന്നുള്ളത്. വല അദാബുൽ ആഖിറത്തി അക്ബർ, അങ്ങനെ വിശദീകരിച്ച ഭാഗമുണ്ട്. ദൂനൽ അദാബിൽ അക്ബർ എന്നാണ് ഇവിടെ പറഞ്ഞത് സൂറ സജദയിലെ 21-ാമത്തെ ആയത്തിൽ. വലിയത് വരാനേ ഉള്ളൂ, വലിയത് വരാണ്ട് അതിൻ്റെ മുമ്പ് ഇങ്ങനെ ചെറുത് തരിക. എന്താ ഉദ്ദേശം? ലഅല്ലഹും യർജൂൻ, അവർ മടങ്ങാൻ വേണ്ടി. മടങ്ങിയ ആൾക്കാർ ഇനി മടങ്ങേണ്ട ആവശ്യമല്ല, ഓർക്കോൽത് ചെയ്തതിനനുസരിച്ച് കിട്ടും. നമുക്കൊരു അവസരം കിട്ടിയതാണ്. ആരാ മടങ്ങേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മളാ മടങ്ങേണ്ടത്. എന്തു മാറ്റാണ്ടാക്കിയത്? ദുരന്തത്തിന്റെ കാഴ്ചകൾ കണ്ട് കണ്ണു നിറഞ്ഞ ആൾക്കാരുണ്ട്, ഉറക്കം നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഒരു വേള ഒരിറക്ക് വെള്ളം പോലും കുടിക്കാൻ പ്രയാസപ്പെട്ട ആളുകളുണ്ട്. ദുരന്ത കാഴ്ചകളിൽ മരണം നൊന്ത് മരണപ്പെട്ടവർ വരെ, ആ ഒരു മനം നൊന്നിട്ട് മരണപ്പെട്ട ആൾക്കാർ വരെ നമ്മുടെ ലിസ്റ്റിനകത്ത് നമ്മൾ വായിച്ച പത്രമാധ്യമങ്ങളിലൊക്കെ അതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനപ്പുറം ജീവിതത്തിൽ എന്തു മാറ്റമുണ്ടാക്കി? ഏതെങ്കിലും ഒരു ഇബാദത്തെങ്കിലും നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചുവോ? നിർബന്ധ നമസ്കാരങ്ങളോട് ചേർന്ന് മുമ്പോ ബേക്കിലോ ഒക്കെ വരുന്ന റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്കെല്ലാ ദിവസവും നിർവഹിക്കാനായോ? ഒരു പേജെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതാൻ നമുക്ക് കഴിഞ്ഞോ?
ഒരു തിന്മയെങ്കിലും സ്ഥിരമായി ചെയ്യുന്നത് ഒഴിവാക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ കണ്ട പരീക്ഷണങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വന്നിട്ട് നമുക്കായിട്ടുണ്ടോ? നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുള്ളത് തീർക്കാൻ വേണ്ട. നാളെ എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഈ പറഞ്ഞതുപോലെ അവരെന്നിൽ നിന്ന് വിട പറഞ്ഞേക്കാലേ, ഞാൻ അവരിൽ നിന്ന് വിട പറഞ്ഞേക്കാം. അവർക്ക് എന്നോടുള്ള പണക്കമോ എനിക്ക് അവരോടുള്ള പണക്കമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാതെയാണ് പോയത് എങ്കിൽ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ശൂന്യരാണ്. ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ എത്ര വലുതായിട്ടും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. നമ്മുടെ പള്ളികളിൽ ജമാഅത്തിന് ഇക്കണ്ട പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും ആള് കൂടിയോ കുറഞ്ഞു എന്നല്ലേ റിപ്പോർട്ടുകളുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചെയ്യുന്നു, പക്ഷേ പരലോകത്ത് മുതൽക്കൂട്ടാകുന്ന കർമ്മങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നന്മകൾ ചെയ്യുന്നിടയിലും ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ ഈമാനൊക്കെ ഒരുപക്ഷെ കുറഞ്ഞു പോയേക്കാം. ആ ഈമാൻ നമ്മൾ കുറയുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞത്, നിങ്ങൾ പെരയിലെക്കുമ്പോഴുള്ള ഈമാനാവില്ല പള്ളിക്ക് വരുമ്പോൾ ഉണ്ടാകുക. അതതിൻ്റെ ഒരു രൂപമാണ്. അൽ ഈമാനു യസീദു വയൻകുസു, അത് കൂടും കുറയൊക്കെ ചെയ്യും. പക്ഷെ ഈമാനിൻ്റെ ഒരു സ്റ്റേബിളായി അതിനെ നിലനിർത്താൻ കഴിയാന്നുള്ളത്, പിന്നെ ആയത്തൊക്കെ കേൾക്കുമ്പോൾ ഈമാൻ കൂടുക എന്നുള്ളത്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഈമാനെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മൾ അപകടകരമായ ഒരു അവസ്ഥയിലാണുള്ളത് എന്ന് തിരിച്ചറിയണം. അതേപോലെ തന്നെ നമുക്ക് മുമ്പിൽ വരുന്ന പ്രാപഞ്ചിക അടയാളങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടാകണം. മഴയും അതുപോലെ തന്നെ ശക്തമായ കാറ്റും വരൾച്ചയാണെങ്കിലും അതല്ലെങ്കിൽ മണ്ണിടിച്ചിലാണെങ്കിലും എന്തൊക്കെ തന്നെ ഭൂകമ്പങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും നമുക്ക് അവിടെയൊക്കെ ഈ പ്രതിഭാസങ്ങളൊക്കെ പടച്ചോൻ്റെ നിയന്ത്രണത്തിലാണെന്ന് ആലോചിക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനുമാണ് സാധിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിരക്തി തോന്നുന്നതുവരെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കേണ്ടതാണ് എന്നൊക്കെയുള്ള സംഗതികളെ പലതിനെയും അതൊക്കെ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നത് വരെ ദുനിയാവിൻ്റെ നിസാരതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. കുറേ ഉള്ളപ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ദുർബലനാണല്ലോ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അത് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ദുരന്തങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് നമുക്ക് ആ മരണത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയേണ്ടതുണ്ട്. ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെയൊക്കെ ആ ഒരു മരണത്തിന് ശേഷം വരാനിരിക്കുന്ന അനന്തമായിട്ടുള്ള ആ ഗേഹം അത് സ്വർഗീയ ഗേഹമാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് മുമ്പേ വിട പറഞ്ഞു പോയ ആളുകളുണ്ട്. അത്തരത്തിലൊക്കെ നമുക്കും ഒരു യാത്ര അനിവാര്യമാണ്. വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്ന് അറിയാം എന്നിരിക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ നോക്കിലും വാക്കിലും ഓരോ ചവിട്ടടികളിൽ പോലും നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടാകുന്നവരായി തീരാൻ നമ്മൾ ഓരോരുത്തരും അത്യധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്ന വസിയത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും ശക്തമായി ഇടപെടാൻ. ഇതുപോലെ ഇന്ന് നമ്മൾ ഒരു പ്ലഷർ ഹോം ഇവിടെ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ വീടകങ്ങളെ മസ്കനാക്കാനുള്ള ചിന്തകളും നമ്മുടെ മുമ്പിലേക്ക്, അതിൻ്റേതായ ചില സൂചനകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും വീടകങ്ങളെ പരിപൂർണമായി കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ വീടുകളാക്കി മാറ്റാൻ, കുടുംബസമേതം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്താൻ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക. ബാക്കി അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. നമ്മുടെ ഇഖ്ലാസും അതുപോലെ തന്നെ നമ്മുടെ നിയ്യത്തുമൊക്കെ ശരിയാക്കി മുന്നോട്ട് നീങ്ങിയാൽ അവൻ നമ്മളെ അറിയുന്ന, നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പടച്ചവൻ നമുക്ക് വേണ്ടി എല്ലാ നിലക്കുമുള്ള സുഖാഡംബരങ്ങളുടെ പറുദീസിയായ സ്വർഗം നമ്മുടെ മുമ്പിലേക്ക് വിരിച്ചു തരും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കുന്ന സത്യവാന്മാരുടെയൊക്കെ കൂട്ടത്തിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഇന്ന് ഈ പ്ലഷർ ഹോമിൻ്റെ ഭാഗമായി അതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത, ശാരീരികമായി
സാമ്പത്തികമായി മാനസികമായി ഒക്കെ പ്രയാസപ്പെട്ടിട്ടുള്ള ISMന്റെ പ്രവർത്തകരുണ്ട്, യൂണിറ്റിയുടെ പ്രവർത്തകരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇനിയും പ്രൊജക്റ്റുകളുമായി മുന്നോട്ട് പോകും. നമ്മുടെ ആരാധനകൾ നമ്മളെ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ പാവപ്പെട്ടവനെ നോക്കുന്നില്ലേ എന്നും പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നില്ലേ എന്നൊക്കെ ആണെങ്കിൽ ഇനിയും ഈ ISM മർക്കസ് ദഅവക്ക് കീഴിലും അതേപോലെ തന്നെ KNMൻ്റെയും ISMൻ്റെയും MSMൻ്റെയും MGMൻ്റെയും IGMൻ്റെയും ഒക്കെ പ്രവർത്തകർ നിങ്ങളെ സമീപിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളൊക്കെ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്, നമ്മളൊക്കെ തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടുപോകേണ്ടതും. 6ാമത് പ്രൊജക്റ്റാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചത് എങ്കിൽ 7ാമത്തതും 8ാമത്തതും ഒക്കെ അടുത്ത ഘട്ടത്തിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. നമ്മളും ഇതിൻ്റെ കൂടെ സഹകരിച്ച് മുന്നോട്ട് നീങ്ങണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സംസാരം കേട്ട മുഴുവൻ ആളുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുകൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു കൂടിയിരുത്തം സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ, അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും നാഥൻ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗത്തിന് നാഥൻ യഥാർത്ഥ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളിൽ കടബാധ്യതകൾ കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകളുണ്ട്. എങ്ങനെ ഇനി പലിശയുടെ ആ ഒരു പിടിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ ആത്മാർത്ഥമാണ്. അവരിൽ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത് ആകസ്മികമായിട്ടാണ്. റഹ്മാനും റഹീമുമായ റബ്ബേ, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഹലാലായ രൂപത്തിൽ ജീവിക്കാനും സ്വർഗ ലോകത്ത് എത്തിപ്പെടാനും ഒക്കെയുള്ള സൗഭാഗ്യം അവർക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വിവാഹ സംബന്ധമായ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ കൂട്ടത്തിലും. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലും വ്യത്യസ്തമായ പ്രദേശങ്ങളിലൊക്കെ അള്ളാഹുവേ, അവർക്കൊക്കെയും നല്ല ഇണകളെ നൽകി നീ സാലിഹീങ്ങളായ ഇണകളെ കൊടുത്ത് അവരെയൊക്കെ നീ സഹായിക്കണേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യഖാലിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.